കൂട്ടുകൾ ഉണ്ടാക്കാൻ ജീവിതത്തിന് രണ്ടറ്റം തമ്മിൽ പെടാപ്പാടുപെട്ട് കൂട്ടിമുട്ടിക്കുന്ന പാവപ്പെട്ട കുറച്ച് ജനങ്ങൾ അപകടമാണെന്നറിഞ്ഞിട്ടും പടക്ക നിർമ്മാണത്തിനു വേണ്ടി പോയിരുന്നൊരു നിമിഷാർദ്ധം കൊണ്ട് ആ പടക്ക നിർമ്മാണശാലയിൽ തീ പിടിച്ചു പൊട്ടിത്തെറിക്കുമ്പോൾ ചിതറിത്തെറിച്ചു പോയ 40ഓളം മനുഷ്യരുടെ മൃതദേഹങ്ങളുടെ ഭാഗം കണ്ടെത്താൻ പോലീസ് നായ്ക്കൾ മണം പിടിച്ചുകൊണ്ട് ഈ സമയത്ത് നടക്കുമ്പോൾ മരിച്ചുപോയവരെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം സാധുക്കളായ പാവങ്ങൾ അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു സമാധാനം നൽകട്ടെ, പിടിച്ചു നിൽക്കാൻ പരീക്ഷണങ്ങളെ മറികടക്കാനെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ 40ഓളം ആളുകൾ ഒരു നിമിഷാർദ്ധത്തിന്റെ ഉള്ളിൽ ചിതറിത്തെറിക്കുമ്പോ ആ സ്ഫോടനത്തിന്റെ പിന്നിലെ പ്രാഥമിക കാരണമായി പറയുന്നത് വർദ്ധിച്ചു വന്ന ചൂടിൽ ആ പടക്കങ്ങൾ ചൂട് കാരണത്താൽ ഉണക്കാനിട്ടപ്പോൾ ചൂട് കാരണത്താൽ അമിതമായ ചൂട് കാരണത്താലാണ് അപകട കാരണമെന്ന് പ്രാഥമികമായ നിഗമനങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഒരാഗോള വാർത്തകളിലോട്ട് കൊണ്ടുപോകാനല്ല. ഈ ചൂട് മനുഷ്യന്റെ അന്തരീക്ഷത്തെ ചൂട് പിടിക്കുന്നു, ആവാസ വ്യവസ്ഥിതികളെ തകിടം മറിക്കുന്നു. അവന്റെ ദൈനംദിന ജീവിതത്തിൽ പോലും ഈ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്ന ചൂട് ഇടപെടുമ്പോൾ അതിന്റെ എല്ലാം പ്രധാനപ്പെട്ട ഈ ചൂടിന്റെ പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രം ഏതാണ്? ആ പ്രഭവ കേന്ദ്രം സൂര്യനാ. സൂര്യൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് അകലെ നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളും ഗാലക്സികളും താരാപഥങ്ങളും അടങ്ങുന്ന ആയിരക്കണക്കിന് ഗോളങ്ങളിലുള്ള ഒരു ഗോളം. ആ ഗോളങ്ങളിൽപ്പെട്ട ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്ന 9 ഗ്രഹങ്ങൾ. ആ 9 ഗ്രഹങ്ങളിൽപ്പെട്ട ഒരു ഗ്രഹമായ സൂര്യൻ. ആ സൂര്യൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിന്ന് 14,95,97,906 കിലോമീറ്റർ മുകളിൽ നിലനിൽക്കുന്ന സെക്കൻഡുകൾ കൊണ്ട് ടൺ കണക്കിന് ഹൈഡ്രജനെ ഹീലിയമാക്കി മാറ്റുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വൻ ആണവ നിലയമെന്ന് പരിചയപ്പെടുത്തുന്ന സൂര്യൻ. ആ സൂര്യനെ കുറിച്ച് പറയപ്പെടുന്നത് ഈ ഭൂമിയിൽ നിന്ന് 14,95,97,906 കിലോമീറ്റർ മുകളിലാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലമുള്ളത്. ഇപ്പോൾ നിലനിൽക്കുന്നതിനേക്കാൾ സൂര്യൻ 1 കിലോമീറ്റർ എങ്ങാനും താഴെയായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ഒരു സസ്യലതാദികൾക്ക് മുളക്കാൻ പോലും കഴിയാത്ത വിധം ചൂട് വർദ്ധിക്കുമായിരുന്നു. ഇപ്പോഴുള്ളതിനേക്കാൾ 1 കിലോമീറ്റർ അകലെയാണ് സൂര്യൻ ഇരുന്നതെങ്കിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഇപ്പോഴുള്ളതിനേക്കാൾ 1 കിലോമീറ്റർ കൂടുതലാണെങ്കിൽ തണുപ്പ് കാരണത്താൽ ഒരു ആവാസ വ്യവസ്ഥിതികൾക്ക് ഈ ഭൂമി യോഗ്യമാകുമായിരുന്നില്ല എന്ന് ഇത് കബീർ ബാക്കവി പറയുന്നതല്ല. ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്ര ഗവേഷണങ്ങൾ പറയുമ്പോ 1 കിലോമീറ്റർ മുകളിലുമല്ല